നമസ്കാരം, ET മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിലെ റോഡുകളിൽ ഒരു അപകടം നടന്നാൽ ആദ്യം ഓടിക്കൂടുന്നവർ പോലും ആശുപത്രിയിൽ എത്തിക്കാൻ തന്നെ ഒന്ന് മടിക്കും. പോലീസ് കേസാകുമോ? ആശുപത്രിയിലെ ചെലവ് ആര് കൊടുക്കും? കയ്യിൽ പണമില്ലെങ്കിൽ ചികിത്സ കിട്ടുമോ? ഇങ്ങനെ 100,000 ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരിക. എന്നാൽ ഇനി ഈ പേടി വേണ്ട. ഭാരത സർക്കാരിന്റെ ചരിത്രപരമായ ഒരു തീരുമാനം വന്നിരിക്കുകയാണ്, PM രാഹത്. എന്താണ് ഈ PM രാഹത് പദ്ധതി? ഇത് എങ്ങനെയാണ് ഒരു സാധാരണക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ പോകുന്നത്? ഇതിനെക്കുറിച്ച് പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞത്? ഇതാണ് ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. പ്രധാനമന്ത്രി തന്റെ ഓഫീസായ സേവാതീർത്ത് സന്ദർശന വേളയിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. സേവനമാണ് പരമമായ ധർമ്മം എന്ന ആശയത്തിലൂന്നിയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ട ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പണമില്ലാത്ത അവസ്ഥ ഇനി ഇന്ത്യയിൽ ഉണ്ടാകരുത് എന്ന ഉറച്ച തീരുമാനമാണ് പ്രധാനമന്ത്രി ഈ പ്രസംഗത്തിലൂടെ പങ്കുവച്ചത്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ പേരിൽ തന്നെയുണ്ട്. റോഡ് ആക്സിഡന്റ് വിക്ടിം ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വേർഡ് ട്രീറ്റ്മെന്റ്. അതായത് റോഡ് അപകടത്തിൽപ്പെടുന്ന ഏതൊരാൾക്കും 1.5 ലക്ഷം രൂപ വരെ തികച്ചും സൗജന്യമായി ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്. സാധാരണ ഒരു അപകടം നടന്നാൽ ആദ്യത്തെ 1 മണിക്കൂർ വളരെ നിർണായകമാണ്. ഇതിനെ നമ്മൾ ഗോൾഡൻ അവർ എന്ന് വിളിക്കും. ഈ സമയത്ത് ചികിത്സ കിട്ടിയാൽ 50% മരണങ്ങളും ഒഴിവാക്കാം എന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ ഗോൾഡൻ അവർ പാഴാക്കാതിരിക്കാൻ 112 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറുമായി ഈ പദ്ധതിയെ ബന്ധിപ്പിച്ചിരിക്കുന്നു. അപകടം കണ്ടാൽ ആർക്കും 112 വിളിക്കാം. വിളിക്കുന്ന ആളെ സർക്കാർ ഒരു റഹ്വീർ അല്ലെങ്കിൽ ഗുഡ് സമരിറ്റൻ ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, ഏറ്റവും അടുത്തുള്ള ആശുപത്രി ഏതാണെന്ന് ഉടൻ തന്നെ വിവരം ലഭിക്കുകയും ചെയ്യും. ഇനി ചികിത്സയുടെ കാര്യം. അപകടം നടന്നത് ഏത് റോഡിലായാലും പരിക്കേറ്റ ആൾക്ക് 7 ദിവസം വരെ ആശുപത്രിയിൽ ചികിത്സ തുടരാം. ഇതിൽ ആദ്യത്തെ 24 മുതൽ 48 മണിക്കൂർ വരെയുള്ള സമയം അതീവ നിർണായകമാണ്. പോലീസ് വെരിഫിക്കേഷനൊക്കെ ഡിജിറ്റലായി തന്നെ നടക്കും. ഇതിനായി EDAR എന്ന പ്ലാറ്റ്ഫോം നാഷണൽ ഹെൽത്ത് അതോറിറ്റിയും കൈകോർക്കുകയാണ്. ആശുപത്രികൾക്ക് പണം കിട്ടുമോ എന്ന പേടിയും വേണ്ട. ഇൻഷുറൻസ് ഉള്ള വാഹനമാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയും, ഇനി ഹിറ്റ് ആൻഡ് റൺ കേസുകളാണെങ്കിൽ സർക്കാർ നേരിട്ടും പണം നൽകും. ബില്ലുകൾ 10 ദിവസത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യും എന്നാണ് സർക്കാർ ഉറപ്പ് നൽകുന്നത്. സാധാരണ ഇൻഷുറൻസ് PM രാഹത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഇൻഷുറൻസിൽ നമ്മൾ പ്രീമിയം അടയ്ക്കണം. എല്ലാ ആശുപത്രികളും അത് സ്വീകരിക്കണമെന്നുമില്ല. എന്നാൽ PM രാഹത് ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീമാണ്. അപകടം നടന്നാൽ ആ നിമിഷം മുതൽ പണം ഒരു തടസ്സമാകരുത് എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിലും ഏതു വലിയ ആശുപത്രിയിലും ചികിത്സ ഉറപ്പാക്കാൻ ഈ പദ്ധതി വഴി സഹായിക്കും. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ മറ്റൊരു മാറ്റം കൂടി വരുന്നുണ്ട്. ജില്ലാ കളക്ടർ അധ്യക്ഷനായ ഒരു സമിതി വഴി പരാതികൾ തീർപ്പാക്കാനും സംവിധാനമുണ്ട്. അതായത് ഹോസ്പിറ്റലുകൾ ചികിത്സ നിഷേധിച്ചാൽ ഉടൻ തന്നെ പരാതി നൽകാം. മനുഷ്യജീവന് വില കൽപ്പിക്കുന്ന കരുണയുള്ള ഒരു ഭരണകൂടത്തിന്റെ അടയാളമായാണ് പ്രധാനമന്ത്രി PM രാഹത് പദ്ധതിയെ വിശേഷിപ്പിച്ചത്. ആളുകൾക്ക് പണമൊരു ശാപമായി മാറുന്ന കാലം അവസാനിക്കുകയാണ്. പണമില്ലാത്തത് കൊണ്ട് ഇനി ആരും റോഡരികിൽ അവസാനിക്കരുത്. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി PM രാഹത് ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കുകയോ സാമ്പത്തിക നിയമ വിദഗ്ധരുമായി ചർച്ച ചെയ്യുകയോ ചെയ്യേണ്ടതാണ്.